ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിറി ഓൺ ലൈവ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പിച്ചടി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. 1 കപ്പ് തൈര്, 1 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ 1 പച്ചമുളക്. നമ്മളെ വീട്ടിലുണ്ടായ നല്ല നാടൻ പച്ചമുളകാണ്. അത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ വലുത് കൂടിയാണ്. ചെറുതാണ് എടുക്കുന്നെങ്കിൽ 2 എണ്ണം എടുക്കുക. 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ തന്നെയാണ്. അതിനുശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തൈര് ഒഴിക്കുന്നത് വെള്ളത്തിന് പകരമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ തൈര് ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം ഈ പ്ലേറ്റിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, നല്ല ഗ്രൈൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാനിതാ ഒരു ബീട്രൂട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലിട്ട് ഒരു വിസിൽ വരത്തിയതാണ്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരത്തിയ നല്ല വലിയ ബീട്രൂട്ടാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഫുള്ളി ജ്യൂസ് ആവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി നല്ല ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആയി പോകും. അപ്പോൾ കുറച്ച് കടിക്കാൻ വേണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പരുവത്തിൽ വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പിച്ചടിയിൽ കുറച്ച് കടിക്കാനൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ലൂസായി പോകും നമ്മളെ പിച്ചടി. അപ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ വേണം. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത്. തൈരാണ്. നമ്മൾ നേരത്തെ ഇത്തിരി എടുത്ത് വെച്ചിരുന്ന 1 കപ്പ് തൈര്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കുകയാണ്. അതിലേക്ക് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബീട്രൂട്ട് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം നല്ല കട്ട തൈരാണ്. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലോണം ഉടഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ എൻ്റെ കളർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കളറാണ് ബീട്രൂട്ടിൻ്റേത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടി ഫ്ലോറിസൻ്റ് ആയിട്ടായിരിക്കുമല്ലോ തോന്നുന്നത്. പക്ഷെ ഒറിജിനൽ കളർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇത് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ഇപ്പോൾ നല്ലോണം മിക്സായി വരട്ടെ. എന്നിട്ട് ഇതൊന്ന് തളിച്ചിട്ട് വേണം നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ കമൻസ് ഞാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. എല്ലാവരുടെ വിശേഷങ്ങൾ, ഓണവിശേഷങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ താഴെ അറിയിക്കുക. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമ്മുടെ പിച്ചടി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പാത്രത്തിലുള്ള ഫുള്ള് തേങ്ങ ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊന്ന് തിളച്ച് വരണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതെല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം തിളച്ചും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുന്ന ബീട്രൂട്ട് പിച്ചടി നമുക്കൊന്ന് താളിക്കാം. അതിന് വേണ്ടി നല്ല ചൂട് വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ ആഡ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.